നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോഴുണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഗുരുവായൂർ അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളും ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിൽ. ആ ഒരു വീഡിയോ കണ്ട ശേഷം പലരും ഗുരുവായൂരപ്പൻ്റെ മറ്റു പല കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ട് എന്നും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് കമൻസ് ആയാലും മെയിലായാലും വന്നിരിക്കുന്നത് നെയ്വിളക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പലർക്കും അതിനെക്കുറിച്ച് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഉണ്ട് എന്നുള്ളത് ആ മെസ്സേജുകളൊക്കെ വായിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഒരു പ്രായമായിട്ടുള്ള അമ്മ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോളെ നെയ്വിളക്ക് ഷീട്ടാക്കി കഴിഞ്ഞാൽ ഭഗവാനെ അടുത്ത് നിന്ന് കാണാൻ പറ്റുമോ? അങ്ങനെ പലരും പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്പെഷ്യൽ ദർശനം ഒരുപാട് നേരം ഭഗവാനെ കണ്ട് തൊഴാനായിട്ട് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ 1000 രൂപ കൊടുത്ത് ഭഗവാനെ കാണാൻ പോകാൻ എനിക്കും താല്പര്യമുണ്ട്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ എന്ന് ആ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ മനസ്സിലാവാത്ത പ്രശ്നമോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമായിട്ട് വന്നു കേട്ടോ. കാരണം ഇല്ല, നിങ്ങൾ മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സംശയം എന്നുള്ളതും എനിക്കറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ എല്ലാ സംശയത്തിൻ്റെയും മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് നെയ്വിളക്കിൻ്റെ കാര്യം തന്നെ എടുക്കാം. എനിക്ക് ആ ഒരു വീഡിയോയിൽ ഒരുപാട് കമൻസ് വന്നത് നെയ്വിളക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നെയ്വിളക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ ക്യൂ സംവിധാനം എന്ന് പറയുന്നത്, അതായത് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് നമ്മൾ ജനറൽ ക്യൂ സംവിധാനത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മൾ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും. എല്ലാ ദിവസങ്ങളിലും ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ജനറൽ ക്യൂ സംവിധാനത്തിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കടക്കണം, നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും. പിന്നെ അവിടെയുള്ള ഒരു സ്പെഷ്യൽ ക്യൂ എന്ന് പറയുന്നത് സീനിയർ സിറ്റിസണിൻ്റേതാണ്. ഒന്നും കൂടെ പറയാം, ജനറൽ ക്യൂ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യൂ ദർശനം എന്ന് പറയുന്നത് സീനിയർ സിറ്റിസണിന് മാത്രമായിട്ടാണ് ഉള്ളത്. ആ സീനിയർ സിറ്റിസണിൻ്റെ ക്യൂവിലും നമ്മൾ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ കൊണ്ടുപോയാൽ മാത്രമേ അതിലൂടെ പോകാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രായമായ ആൾക്കാരുടെ കൂടെയുള്ള ആൾക്കാരെ ആ ഒരു സീനിയർ സിറ്റിസൺ ക്യൂ വിഭാഗത്തിലൂടെ കടത്തിവിടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 90% പ്രായമായിട്ടുള്ള ആൾക്കാരും ജനറൽ ക്യൂ സംവിധാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവരുടെ കൂടെയൊക്കെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരും വേറെ ആയി പോകുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് കയറാനാണ് ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെയാണ് ജനറൽ ക്യൂ സംവിധാനത്തിൽ നിൽക്കുന്നത്. പിന്നെ അടുത്ത ഒരു സ്പെഷ്യൽ ദർശനം എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് ചോറൂണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് നടത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കൂടെ പേരൻസിനും കൂടെ ഉള്ളിലേക്ക് ആ ഒരു സ്പെഷ്യൽ ക്യൂ വഴി കയറി പോകാനായിട്ട് സാധിക്കും. ഈ സ്പെഷ്യൽ ക്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഉള്ളിൽ തന്നെയുള്ള ഒരു ക്യൂ ആണ്, അതായത് നാലമ്പലത്തിന് പുറത്തായിട്ട് ക്ഷേത്രത്തിനുള്ളിലായിട്ട്. അപ്പോൾ ആ ഒരു ക്യൂ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞതുപോലെ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ള അച്ഛനമ്മമാർ മാത്രമേ ആ ഒരു ക്യൂവിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വളരെ ചെറിയൊരു ക്യൂ ആയിരിക്കും. അതല്ലാതെ ഈ ദേവസ്വം ജീവനക്കാർക്ക്, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള സ്റ്റാഫിന് ഒരു സ്പെഷ്യൽ ക്യൂ ഉണ്ട്. അവിടെ അതുവഴി അവർക്കും ദർശനം പെട്ടെന്ന് നടത്താനായിട്ട് സാധിക്കും. അവരുടെ ആ ഒരു ക്യൂ സംവിധാനവും ചെറുത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ചിലർ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള ധാരണയില്ല, അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിൻ്റെ പരിചയക്കാരോ അല്ലെങ്കിൽ അങ്ങനെ ആരുടെയെങ്കിലും കെയർ ഓഫിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ ജനറൽ ക്യൂ അല്ലാതെ മറ്റൊരു ക്യൂ വഴി അവർ കയറ്റി വിടുന്നുണ്ട് എന്നുള്ളത്. അതിനെക്കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള വിവരം എനിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റി പറയാൻ എനിക്കറിയില്ല. ഈ 2 ക്യൂ സംവിധാനങ്ങൾ അവിടെയുണ്ട്, ജനറൽ ക്യൂവും അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ചോറൂണ് നടത്തിയ കുട്ടികൾക്കുള്ള ക്യൂ, അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് പെട്ടെന്ന് നിങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പോകാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഒരു ജനറൽ ക്യൂ വഴി ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഓപ്ഷനായിട്ടാണ് ഈ നെയ്വിളക്കിനെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞ സമയത്തും പലരും പറയുകയുണ്ടായി, ഭഗവാന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്, ഇങ്ങനെ എന്താ പറയുക ബിസിനസ് ആക്കുന്നു എന്നുള്ളതൊക്കെ. എല്ലാം ശരി തന്നെയാണ്, ഞാനൊരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്തതല്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഞാൻ അന്ന് ആ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു കാരണവും റീസണും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും പറയുകയാണ്, പല കാരണം കൊണ്ട് പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരും കൂടെ ആ ഒരു ക്ഷേത്രത്തിൽ ഭഗവാനെ കാണാനായിട്ട് വരുന്നു. കാണാൻ സാധിക്കാതെ മടങ്ങിപ്പോകുന്നൊരവസ്ഥ എന്ന് പറയുന്നത്, എല്ലാവരും ഈ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് മാത്രമല്ല ഭഗവാനെ കാണാനായിട്ട് 1000 രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കുന്നത്. അതും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അന്ന് ആ ക്ഷേത്രത്തിൽ പോയ സമയത്ത് കണ്ട കാഴ്ച തന്നെയാണ്. കയ്യിൽ പൈസ ഇല്ലാത്തവരും, പലരും പറയുന്ന കാര്യം അതാണ്, പൈസയുള്ളവർ പെട്ടെന്ന് കയറിപ്പോകും, പൈസ ഇല്ലാത്തവർ ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പൈസ ഉള്ളത് കൊണ്ട് മാത്രം പൈസ കൊടുത്ത് കയറാൻ ക്യൂ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. ആരോഗ്യവാന്മാരായിട്ടുള്ള ആൾക്കാർ, സമയവും സൗകര്യവും ഉള്ള ആൾക്കാർ അങ്ങനെ കയറി പോകുന്നുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ സാഹചര്യം അനുവദിക്കാതെ ആ ക്യൂവിൽ നിൽക്കാൻ സാധിക്കാത്ത ആൾക്കാർക്ക് ഭഗവാനെ ഒന്ന് കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, 1000 രൂപയ്ക്ക് ഒരു നെയ്വിളക്ക് ഷീട്ടാക്കി കഴിഞ്ഞാൽ ഒരാൾക്കും 4500 രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കി കഴിഞ്ഞാൽ 5 പേർക്കും സ്പെഷ്യൽ ക്യൂ ദർശനം വഴി ഉള്ളിലേക്ക് കടക്കാൻ പറ്റും. ഇനി ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നെയ്വിളക്ക് ഷീട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് കത്തിച്ച് വെക്കാൻ സാധിക്കില്ല. അത് ഷീട്ടാക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവിടെയുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാനും സാധിക്കുള്ളൂ. നമ്മൾ ഷീട്ടാക്കി കഴിഞ്ഞാൽ അവരത് ചെയ്യും. അല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് നെയ്വിളക്ക് തെളിയിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ജനറൽ ക്യൂ വഴി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ഭഗവാനെ കാണുന്നത്, അതായത് നാലമ്പലത്തിനകത്തേക്ക് കടന്ന് അതുവഴി നമ്മൾ ആ ഒരു ശ്രീകോവിലേക്ക് തൊഴുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ സെയിം സ്ഥലത്തൂടെ തന്നെയാണ് ഈ സ്പെഷ്യൽ ക്യൂവിൻ്റെ ആൾക്കാരും വരുന്നത്. നമ്മൾ എവിടെ നിന്നാണ്, അതായത് ജനറൽ ക്യൂ സംവിധാനത്തിലൂടെ പോകുന്ന ആൾക്കാർ എവിടെ നിന്നാണോ ഭഗവാനെ കാണുന്നത്, അത്രയും ദൂരെ നിന്ന് മാത്രമേ ഈ നെയ്വിളക്ക് ഷീട്ടാക്കിയ ആൾക്കാർക്കും കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. പലരും എൻ്റെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇനി ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നെയ്വിളക്ക് ഷീട്ടാക്കിക്കൊണ്ട് പോകാം, ഭഗവാനെ അടുത്ത് നിന്ന് കാണാലോ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ഈ ജനറൽ ക്യൂ സംവിധാനത്തിലുള്ള ഈ ഒരു വലിയ ക്യൂ സിസ്റ്റം വഴി പോകേണ്ട, ചെറിയൊരു ക്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു നെയ്വിളക്ക് ഷീട്ടാക്കി കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്യൂ ദർശനം. അപ്പോൾ ആ ഒരു ക്യൂ സംവിധാനത്തിലൂടെ പെട്ടെന്ന് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാം എന്നല്ലാതെ കൂടുതൽ സമയം ഭഗവാനെ കാണാനോ അല്ലെങ്കിൽ ഭഗവാനെ അടുത്ത് നിന്ന് കാണാനോ ഒന്നും സാധിക്കില്ല. വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ജനറൽ ക്യൂ സംവിധാനം വഴി വന്നവരെങ്ങനെയാണോ തൊഴുന്നത്, ആ സെയിം രീതിയിൽ സെയിം സമയം മാത്രമേ ഈ സ്പെഷ്യൽ ദർശനം നടത്തുന്ന ആൾക്കാർക്കും ഭഗവാനെ കാണാനും തൊഴാനും ഒക്കെ സാധിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു, അവിടെ അങ്ങനെയൊരു മറ്റൊരു ക്യൂ വരുന്ന സമയത്ത് ഈ ജനറൽ ക്യൂ സംവിധാനം വീണ്ടും ഒരുപാട് നേരം നിൽക്കേണ്ടി വരില്ലേ എന്നൊക്കെ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്, ഒരിക്കലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തതല്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു സംവിധാനം വഴി ഭഗവാനെ കാണാൻ സാധിക്കുന്ന, മറ്റൊരു ഓപ്ഷനും ഇല്ലാതെ പറ്റില്ല എന്ന് കരുതി തിരിച്ചു പോകേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കുക എന്നുള്ളൊരു ഓപ്ഷനായിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പണമുള്ള ആൾക്കാർ ക്യൂ നിൽക്കാനുള്ള എല്ലാ ആരോഗ്യവും എന്താ പറയുക സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിന് നിൽക്കാതെ പണം കൊടുത്ത് കയറുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷെ ഞാനീ പറഞ്ഞത്, ചിലർ അതിനെ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്, ചിലർക്കത് ഉപകാരമാകുന്നുമുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു വീഡിയോയിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിലപ്പോൾ 3-4 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷമായിരിക്കും നമുക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു സ്പെഷ്യൽ ക്യൂവിലുള്ള കുറച്ച് ആൾക്കാർ ഉള്ളിലേക്ക് കടന്നു എന്ന് കരുതി നമുക്കൊരു 5-10 മിനിറ്റ് മാത്രമേ കൂടുതൽ നിൽക്കേണ്ടതായിട്ട് വരുള്ളൂ. കാരണം അതിന് മാത്രം ആൾക്കാരൊന്നും ആ ഒരു സ്പെഷ്യൽ ക്യൂ ദർശനം വഴി ഉള്ളിലേക്ക് കടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം.
അപ്പം അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ഒരുപാട് നേരം നിൽക്കേണ്ടി വരില്ലേ എന്ന് ചോദിക്കുന്നത് അത്ര വലിയൊരു, ഇപ്പം നിങ്ങളൊരു തവണ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൂടെ നടക്കുന്ന സമയത്ത് ആ ഒരു സ്പെഷ്യൽ ക്യൂ ദർശനമൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, ക്ഷേത്രത്തിൽ ഇപ്പോഴും ഉദയാസ്തമന പൂജ നടക്കാറുണ്ടോ എന്നുള്ളതാണ്. സാധാരണ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ഉദയാസ്തമന പൂജ ഉണ്ടാവാറുള്ളത്. ആ ദിവസങ്ങളിലൊക്കെയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് തന്നെ ഉണ്ടാവാറുണ്ട്. ഈ ഉദയാസ്തമന പൂജ ഉണ്ടാകുന്ന സമയത്ത് ക്ഷേത്രനട പലപ്പോഴായിട്ട് അടയ്ക്കുകയും ആ ഒരു സമയത്ത് ക്യൂ സംവിധാനത്തിലുള്ള ആൾക്കാർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അതായത് നട തുറന്നു കഴിഞ്ഞാൽ മാത്രമേ ഭക്തർക്ക് ഉള്ളിലേക്ക് കയറി ഭഗവാനെ കണ്ടു തൊഴാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് സമയം ക്യൂവിൽ തന്നെ അങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് വെക്കേഷൻ സമയമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് തന്നെയുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം തന്നെ ആ ഒരു ക്യൂ സംവിധാനം വഴി ഉള്ളിലേക്ക് കടക്കാൻ ഒരുപാട് സമയം ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉദയാസ്തമന പൂജ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തിരക്കും കൂടും. അതോടൊപ്പം തന്നെ ഈ ഒരു ക്യൂ സംവിധാനത്തിൽ നിൽക്കുന്ന ആൾക്കാർ വീണ്ടും ഒരുപാട് നേരം അങ്ങനെ നിൽക്കേണ്ട അവസ്ഥയും വരും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി വെക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഉദയാസ്തമന പൂജ തുടർന്ന് ആരംഭിക്കുകയുള്ളൂ. കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് തോന്നുന്നു. അറിയാത്ത ആൾക്കാരാണല്ലോ സംശയം ചോദിച്ചത്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരമാണ് കേട്ടോ ഇത്. ഇനി അടുത്തതായിട്ട് ഒരമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മകളുടെ കുട്ടിയെ ഗുരുവായൂർ കൊണ്ടുവന്ന് തുലാഭാരം നടത്തണം എന്ന് ഞാൻ നേർച്ച വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കാണുകയുണ്ടായി. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ളത്. പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും കാണാൻ സാധിച്ചു നാലമ്പലത്തിൽ കടക്കാതെ തന്നെ തുലാഭാരം നടത്താമെന്നുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നാലമ്പലത്തിനുള്ളിലേക്ക് കടന്ന് ഭഗവാനെ കാണിക്കണം എന്നുണ്ട്. ഇത് ശരിയാണോ എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു ഈ അമ്മ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു കാര്യം കേട്ടിട്ടുണ്ടാവുക ഉത്സവത്തിൻ്റെ സമയത്തായിരിക്കും. ഉത്സവത്തിൻ്റെ സമയത്ത് മാർച്ച് 19-ാം തീയതി വരെ 5 വയസ്സ് വരെയുള്ള കുട്ടികളെ നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞു. ഇപ്പം നാലമ്പലത്തിനുള്ളിലേക്ക് കുട്ടികളെയും കൂട്ടി നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതാണ്. ആ ഒരു സമയത്ത് ഉത്സവത്തിനോടനുബന്ധിച്ച് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് യാതൊരു തരത്തിലുള്ള അശുദ്ധിയും ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ചോറൂണ്, തുലാഭാരം പോലുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ ജോലി തടസ്സം മാറാൻ അല്ലെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കാനായിട്ട് ഗുരുവായൂരിൽ ഒരു വഴിപാടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. അഹസ് വഴിപാടാണ് ജോലി ലഭിക്കാനായിട്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ജോലി ലഭിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ലഭിക്കുന്നതിന് മുന്നെയോ നടത്താവുന്നതാണ്. അതായത് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. ആ ഒരു വീഡിയോ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ ഡീറ്റെയിൽസ് മനസ്സിലാവും. അഹസ് വഴിപാട് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ എല്ലാ പ്രസാദവും നമുക്ക് ലഭിക്കും. ഭഗവാന്റെ എല്ലാ നിവേദ്യത്തിലും നമ്മുടെ ഒരു പങ്കാളിത്തം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ വഴിപാട് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. അതായത് ഒന്നുകിൽ ജോലി ലഭിച്ചതിന് ശേഷം ഭഗവാനോട് പ്രാർത്ഥിക്കുക, നല്ലൊരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അഹസ് വഴിപാട് നടത്താമെന്ന് പ്രാർത്ഥിച്ച് ജോലി ലഭിച്ചതിന് ശേഷം അഹസ് വഴിപാട് നടത്താം. അതല്ല നിങ്ങൾക്ക് അതിന് മുന്നേ നടത്തണമെന്നുണ്ടെങ്കിൽ അഹസ് വഴിപാട് ഷീട്ടാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഭഗവാനെ എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് നല്ലൊരു ജോലി ലഭിക്കണേ, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അഹസ് വഴിപാട് ഷീട്ടാക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത്, നാരായണ നാമം സ്ത്രീകൾക്ക് എല്ലായ്പ്പോഴും ചൊല്ലാമോ എന്നുള്ളതാണ്. അതായത് ആ ചേച്ചി ഉദ്ദേശിച്ചത് സ്ത്രീ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്തും നാരായണ നാമം ജപിക്കാമോ എന്നുള്ളതാണ്. നാരായണ നാരായണ നാരായണ, ആ ഒരു നാരായണ നാമം നിങ്ങൾക്ക് പീരീഡ്സിൻ്റെ സമയത്തും ജപിക്കാവുന്നതാണ്. പക്ഷേ ഈ ഓം കൂട്ടിയിട്ടൊക്കെയുള്ള ഓം ഭഗവതേ വാസുദേവായ നമഃ, അതുപോലെ തന്നെ ഓം നമോ നാരായണായ, ഈ നാമങ്ങളൊന്നും തന്നെ നിങ്ങൾ പീരീഡ് സമയത്ത് ജപിക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത്, നിർമ്മാല്യ ദർശനം കണ്ടു തൊഴാനായിട്ട് എത്ര മണിക്കാണ് ക്യൂ നിൽക്കേണ്ടത് എന്നതാണ്.
ഇപ്പോൾ വളരെ നേരത്തെ ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത്തവണ ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയ സമയത്ത് 6:30-ക്ക് ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് അവിടെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു നിർമ്മാല്യ ദർശനത്തിനുള്ള ക്യൂ ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വളരെ നേരത്തെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. മുന്നേ ഒക്കെ ഞാൻ പോയ സമയത്ത് ഞങ്ങൾ രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ് ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നത് നിർമ്മാല്യം കണ്ടു തൊഴാനായിട്ട്. ഞാൻ ഇതുവരെയും നിർമ്മാല്യ ദർശനം കണ്ടു തൊഴുതിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ആ ഒരു സമയത്ത് അങ്ങനെ ക്യൂ നിന്ന് കണ്ടു തൊഴുതിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഒരു ചോദ്യം മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലും പോയി തൊഴണം എന്ന് പറയുന്നത് കേൾക്കുന്നു, ശരിയാണോ എന്നുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലും നിങ്ങൾ നിർബന്ധമായിട്ടും പോയി തൊഴുതിരിക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് മമ്മിയൂർ ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലും കൂടെ പോയി തൊഴാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ക്യൂ ഒന്നും ആ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് പോയി പെട്ടെന്ന് തന്നെ തൊഴുത് തിരിച്ചു വരാനായിട്ട് സാധിക്കും. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് നേരിട്ട് പോയിട്ട് തൊഴുത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനും ഒരു പരിഹാരമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവതി നടയിൽ തൊഴുത് പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിൻ്റെ വടക്കു കിഴക്കേ മൂലയിലെത്തുമ്പോൾ വടക്കു പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കി തൊഴുത് പ്രാർത്ഥിച്ചാൽ മമ്മിയൂരപ്പനെ ധ്യാനിച്ചാണെന്നാണ് വിശ്വസിക്കുന്നത്. ആ ഒരു കാര്യം അവിടെ തന്നെ എഴുതി സ്റ്റിക്ക് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു മൂലയിൽ നിന്ന് നോക്കി പ്രാർത്ഥിച്ചോളൂ. ഇനി പോകാൻ സാധിക്കുന്നവർ നിർബന്ധമായിട്ടും ക്ഷേത്രത്തിലേക്ക് തന്നെ പോയിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത ഒരു ചോദ്യം, ചേച്ചി ഗുരുവായൂരപ്പൻ്റെ പ്രതിമ വാങ്ങിച്ചത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഷോപ്പിൽ നിന്നാണോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ശില്പങ്ങളൊന്നും വിൽക്കുന്ന ഷോപ്പുകൾ ഉള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ക്ഷേത്ര നടയിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ആ ഒരു വിഗ്രഹം വാങ്ങിച്ചത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായാലും അങ്ങനെ കൃഷ്ണവിഗ്രഹം വാങ്ങിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല, പുറത്തു നിന്നേ പറ്റുള്ളൂ. ഇനി ദേവസ്വത്തിനായിട്ട് ഒരു ഷോപ്പ് ഉണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. ഇനി അടുത്ത ഒരാളുടെ സംശയം, വെണ്ണ നിവേദ്യം ഷീട്ടാക്കി കഴിഞ്ഞാൽ ഭഗവാനെ നേദിച്ച വെണ്ണ തന്നെയാണോ നമുക്ക് തരുന്നത്? ഷീട്ടാക്കി ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ആ പ്രസാദം വാങ്ങിക്കുന്നില്ലേ? ഇതിന് പിന്നിലുള്ള കാര്യം എന്താണെന്നൊന്ന് പറയാമോ എന്നാണ്. നമ്മൾ വഴിപാട് കൗണ്ടറിൽ വെണ്ണ ഷീട്ടാക്കി കഴിഞ്ഞാൽ നേദിച്ച വെണ്ണ തന്നെയാണ് നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കുന്നത്. പക്ഷേ അത് മുന്നേ തന്നെ നേദിച്ച് വെച്ചതായിരിക്കും. ഇനി നമ്മൾ ഷീട്ടാക്കിയ ആ ഒരു വെണ്ണ ഭഗവാന് സമർപ്പിക്കും. പക്ഷേ അത് പിന്നീടായിരിക്കും ചെയ്യുന്നത്. നമ്മൾക്ക് അതിന് മുന്നേ തന്നെ നേദിച്ചു വെച്ച വെണ്ണയായിരിക്കും ലഭിക്കുന്നത്. നമ്മുടേത് ഭഗവാന് നേദിക്കുകയും ചെയ്യും. ഇനി അടുത്ത ഒരു സംശയം, നമുക്ക് മയിൽപ്പീലി ഭഗവാന് സമർപ്പിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. സാധിക്കുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾ മയിൽപ്പീലി വാങ്ങിച്ചു കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാലും അത് ഭഗവാന് സമർപ്പിച്ചതിന് സമമാണ്. അങ്ങനെ തന്നെയാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് പുറത്തുള്ള ഭണ്ഡാരത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നാലമ്പലത്തിന് അകത്തേക്കോ വെച്ചു കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ സൗകര്യം പോലെ, അതായത് നിങ്ങൾ ശ്രീകോവിലിനുള്ളിൽ അതായത് നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ അവിടെയും കൊടുക്കാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നാലമ്പലത്തിൻ്റെ പുറത്തായിട്ടുള്ള ഭണ്ഡാരത്തിൻ്റെ മുകളിലും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഭണ്ഡാരത്തിൻ്റെ മുകളിലും നിങ്ങൾക്കിത് സമർപ്പിക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു ചോദ്യം, കടുക് വഴിപാടിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഈയിടെയാണ് ഇങ്ങനെയൊരു വഴിപാട് ആ ഒരു ക്ഷേത്രത്തിലുണ്ട് എന്ന് അറിഞ്ഞത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അധികമാർക്കും അറിവില്ലാത്ത എന്നാൽ അത്രയേറെ പ്രാധാന്യമുള്ള വഴിപാടുകളിൽ ഒന്ന് തന്നെയാണ് കടുക് വഴിപാട്. കലഹങ്ങൾ നീങ്ങും എന്നതാണ് ഇതിൻ്റെ ഫലപ്രാപ്തി. നമ്മുടെ കുടുംബത്തിലെ കലഹങ്ങൾ മാത്രമല്ല, ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയുമായുള്ള പിണക്കങ്ങൾ തീരുവാൻ വരെ ഈ വഴിപാട് കൊണ്ട് ഫലമുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. കടുക് ഭക്തജനങ്ങൾക്ക് വരുമ്പോൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവിടെ നിന്നും വാങ്ങി സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരാളുടെ സംശയം, ചൂല് വഴിപാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴിപാട് ക്ഷേത്രത്തിലുണ്ടോ എന്നുള്ളതാണ്. ചൂല് വഴിപാട് അല്ലെങ്കിൽ ചൂൽ സമർപ്പണം എന്നൊന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട്.
മുടിരോഗങ്ങൾ മാറുന്നതിനാണ് സ്ത്രീകൾ ഇത് ചെയ്യുന്നത്. മുടിരോഗങ്ങൾ മാറുന്നതിന് മാത്രമല്ല, ചിലർ മുടി വളരാനും ഇത്തരത്തിൽ ചൂല് സമർപ്പിക്കാറുണ്ട്. ചൂലും നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും, അതല്ലെങ്കിൽ ഭക്തർക്ക് കൊണ്ടുവരാവുന്നതാണ്. അടുത്ത ഒരു ചോദ്യം, അഹസ് വഴിപാട് ഷീട്ടാക്കി കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്യൂ ദർശനം വഴി അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. പറ്റില്ല കേട്ടോ. അഹസ് വഴിപാടിന് 3000 രൂപയാണ് വരുന്നത്. പക്ഷേ അഹസ് വഴിപാട് കഴിച്ചാലും നിങ്ങൾക്ക് ജനറൽ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ സ്പെഷ്യൽ ക്യൂ ദർശനം വഴി നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ മാത്രമേ സ്പെഷ്യൽ ക്യൂ ദർശനം വഴി നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പലർക്കും ഉണ്ടായിരുന്ന പല സംശയങ്ങൾക്കും മറുപടി പറയാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.